ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗ്രേസാമ്മയുടെയും മാമച്ചൻ്റെയും പ്രിയപ്പെട്ട പുത്രിയായി മാറുകയാണ് കേട്ടോ നമ്മുടെ രേവതിക്കുട്ടി. രേവതിനെ അവർ സ്വന്തം മോളെ പോലെ തന്നെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ഒക്കെ ചെയ്യാണ് കേട്ടോ. അങ്ങനെ അവൾക്ക് ആ ഒരു അനാഥത്വത്തിൽ നിന്നും ഒരു മോചനമൊക്കെ ലഭിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗ്രേസാമ്മയുടെയും അതുപോലെ തന്നെ മാമച്ചൻ്റെയും എല്ലാമായി സന്തോഷത്തോടുകൂടി അവരെല്ലാവരും ഒരുമിച്ച് അങ്ങനെ ജീവിച്ചു പോകാൻ കേട്ടോ. ഈ സമയത്തായിരിക്കും നമ്മുടെ രേവതിക്കുട്ടിക്ക് ഇത്രയും നല്ലൊരു അച്ഛനും അമ്മയുടെയും ആ ഒരു മകന് എന്ത് സംഭവിച്ചതായിരിക്കും, എന്ത് പറ്റിയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെയുള്ളൊരു ആലോചന ഇങ്ങനെ വരികയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു മകൻ്റെ വിയോഗം എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷയും ഒരു കൗതുകം ഒക്കെ ഇങ്ങനെ തോന്നുകയാണ് കേട്ടോ നമ്മുടെ രേവതിക്കുട്ടിക്ക്. അങ്ങനെ രേവതിക്കുട്ടി ആ ഒരു കാര്യം, അതായത് മകൻ എന്ത് സംഭവിച്ചതായിരുന്നു എന്നും ആ ഒരു പഴയ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ ഗ്രേസാമ്മയോട്. ഗ്രേസാമ്മ അത് കേൾക്കുമ്പോൾ തന്നെ അങ്ങ് ചൂടാകുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ ഒരു മകൻ്റെ വിയോഗം അവരെ അത്രത്തോളം തളർത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഓർമ്മയിലേക്ക് തിരിച്ചു പോകുന്നത് കൊണ്ട്, ആ ഒരു വിഷമം കൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടതായിരിക്കെ പെട്ടെന്ന് മാമച്ചൻ ഇത് കണ്ടിട്ട് മാമച്ചനോട് ഇങ്ങനെ എന്താ രേവതിക്കുട്ടി പറയുമ്പോൾ മാമച്ചൻ പറയുന്നുണ്ട്, അവളുടെ സങ്കടം കൊണ്ടാണ്, മോളതൊന്നും കാര്യമാക്കണ്ട കേട്ടോ എന്നിങ്ങനെ പറഞ്ഞ് അവളെ ഒന്ന് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടി ഗ്രേസാമ്മയുടെ അടുക്കൽ ചെന്ന് ക്ഷമാപണമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേസാമ്മ പറയുന്നുണ്ട്, മോളെ ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ പറഞ്ഞത്, എൻ്റെ സങ്കടം കൊണ്ടാണ്. അവൻ ഞങ്ങളുടെ എല്ലാമായിരുന്നു, ഞങ്ങളുടെ സന്തോഷവും സങ്കടവും ഞങ്ങളുടെ എല്ലാം അവൻ മാത്രമായിരുന്നു. ഞങ്ങളുടെ മുഴുവൻ സ്നേഹവും ഒക്കെ അവൻക്കായിരുന്നു. പെട്ടെന്നൊരു ദിവസം അവൻ്റെ വിയോഗം അത് ഞങ്ങൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ഇന്നും ആ ഒരു ദുഃഖം ഞങ്ങൾ പേറിക്കൊണ്ട് നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആകെ കണ്ണുകളോടെ ആകെ ഒരു സങ്കടത്തോടു കൂടി ഗ്രേസാമ്മ പൊട്ടിക്കരയാണ് കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടി ഗ്രേസാമ്മയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ ആ ഒരു സങ്കടത്തിൽ നിന്നൊന്ന് ചെറിയൊരു മോചനം ലഭിക്കാൻ കേട്ടോ ഗ്രേസാമ്മയ്ക്ക്. അങ്ങനെ രേവതിക്കുട്ടി പിന്നെ അങ്ങ് തിരിച്ച് റൂമിലേക്ക് പോകുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കിനും നമ്മുടെ രേവതിക്കുട്ടി ഇങ്ങനെ വീടെല്ലാം ഇങ്ങനെ അടിച്ചു വാരുമ്പോഴായിരിക്കും കുറേ നാളായിട്ട് താനവിടെ വന്നതിന് ശേഷം ഒരു മുറി തുറന്നിട്ടേ ഇല്ല. ആ മുറിക്കുള്ളിൽ എന്തായിരിക്കും, ആ മുറി എന്താ ഇവർ തുറക്കാത്തത് എന്ന് പറഞ്ഞിട്ട് അവിടെ താക്കോലും ആ മുറിയുടെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടി ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം അടിച്ചു വാരിയിട്ട് ആ മുറിയുടെ അടുക്കിലേക്ക് ചെന്ന് താക്കോലിട്ട് ഇങ്ങനെ തുറന്ന് ആ മുറിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കയറുമ്പോഴായിരിക്കും കേട്ടോ ഗ്രേസാമ്മ അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞത്, രേവതിക്കുട്ടി എന്താ ഇതെന്ന് ചോദിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ രേവതി ഒന്ന് ആകെ ഞെട്ടുന്നുണ്ട്. രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, എന്താ ഗ്രേസാമ്മേ, എന്താ പറ്റിയേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, നിന്നോട് ആരാ പറഞ്ഞ ഈ മുറി തുറക്കാൻ? അത് പിന്നെ ഗ്രേസാമ്മേ, ഞാൻ വേറൊന്നും കൊണ്ടല്ല, ഈ മുറി ഞാൻ ഇവിടെ എല്ലാം അടിച്ചു വാരിയപ്പോൾ ഇവിടെ മാത്രം തുറക്കാതിരിക്കുമല്ലേ, അപ്പോൾ ഈ മുറിയും കൂടെ ഒന്ന് വൃത്തിയാക്കാമല്ലോ എന്ന് കരുതി കയറിയതാ. വേണ്ട, ആ മുറി തുറക്കണ്ട, ആ മുറി അടിച്ചു വാരി ആ മുറിയിലുള്ള എൻ്റെ മകൻ്റെ ഗന്ധം നീ നശിപ്പിക്കേണ്ട. ഇപ്പോഴും എൻ്റെ മകൻ ജീവിക്കുന്ന റൂമാ അത്, അവൻ്റെ ഓർമ്മകൾ ജീവിച്ചിരിക്കുന്ന റൂമാ അത്, അതുകൊണ്ട് നീ ആ മുറിയിലേക്ക് കയറണ്ട എന്ന് പറഞ്ഞിട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് അങ്ങനെ ഗ്രേസാമ്മ പോകാൻ കേട്ടോ. ഇതൊക്കെ കണ്ട് മാമച്ചനും സങ്കടം സഹിക്കാൻ വയ്യാതെ മാമച്ചനും ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ മാമച്ചനും തിരികെ പോകാൻ കേട്ടോ. ഇതൊക്കെ കണ്ട് രേവതിക്കുട്ടിക്ക് ആകെ ഒരു വിഷമവും സങ്കടവും ഒക്കെ ആകുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ മകനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് രേവതിക്കുട്ടി ഓർക്കുകയാണ്. അങ്ങനെ പിന്നീട് കുറേ ദിവസങ്ങൾക്ക് ശേഷം മാമച്ചനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ കേട്ടോ ഗ്രേസാമ്മ. അങ്ങനെ ഗ്രേസാമ്മ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ രേവതിക്കുട്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞിട്ടേ ഞാനില്ല, നിങ്ങൾ വേഗം പോയിട്ടെങ്കിൽ വന്നേച്ചാൽ മതി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവർ പോയതിനു ശേഷം പെട്ടെന്ന് തന്നെ രേവതിക്കുട്ടി ആ മുറിയുടെ അടുക്കിലേക്ക് ചെല്ലാൻ കേട്ടോ. ആ മുറിയിൽ എന്താണെന്ന് അറിയാനുള്ളൊരു കൗതുകം രേവതിക്കുട്ടിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. ആ മുറിയിലാണ് തൻ്റെ മകൻ്റെ ഓർമ്മകൾ മുഴുവനെന്ന് ഗ്രേസാമ്മ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ആ ഒരു മുറിയിൽ കയറി എന്തെങ്കിലുമൊക്കെ തെളിവുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ കാലം അതൊക്കെ ഓർത്തെടുക്കാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ കിട്ടുമല്ലോ എന്നൊക്കെ കരുതി രേവതിക്കുട്ടി ആ മുറി അങ്ങ് തുറക്കാൻ കേട്ടോ. ശരിക്കും ഗ്രേസാമ്മ പറഞ്ഞതുപോലെ തന്നെ അവരുടെ മകൻ്റെ ഒരു സാന്നിധ്യം രേവതിക്കുട്ടിക്കും അവിടെ അനുഭവപ്പെട്ടെ. അങ്ങനെ കുറേ കത്തുകൾ, കുറേ ഗിഫ്റ്റുകൾ, അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ എല്ലാം ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ അവിടെ. അങ്ങനെ ആ കത്തുകളൊക്കെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതൊക്കെ തൻ്റെ പ്രണയിനിക്ക് വേണ്ടിയിട്ട് തൻ്റെ കാമുകിക്ക് എഴുതിയ കത്തുകളായിരിക്കും കേട്ടോ. ആ കത്തിൽ ആ ഒരു സ്നേഹം നിറഞ്ഞ ആ വരികളെല്ലാം വായിച്ച് രേവതിക്കുട്ടിയുടെ കണ്ണുകൾ വരെ നിറയുന്നുണ്ട് കേട്ടോ. രേവതിക്കുട്ടി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇതെന്ത് പറ്റിയതായിരിക്കും, പാവം ആക്സിഡൻറ്റ് പറ്റി മരിച്ചത്, എത്ര ആത്മാർത്ഥതയോടുകൂടി ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചതാണ്, ആ പെൺകുട്ടിയുടെ എല്ലാ ഓർമ്മകളും ഇത്രയോട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അങ്ങനെ അവരുടെ പ്രണയം ആ ഒരു ജീവിതത്തിലേക്ക് തന്നെ രേവതിക്കുട്ടിയും പോകുകയാണ്. അങ്ങനെ അവരുടെ എഴുത്തുകളൊക്കെ വായിക്കാൻ കേട്ടോ, അവർ കൈമാറിയ ഗിഫ്റ്റുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അങ്ങനെ ഗ്രേസാമ്മ ഓരോ പിറന്നാളിനും
എൻ്റെ പൊന്നുമോൻ പറഞ്ഞു കൊടുത്ത ഗിഫ്റ്റുകളും ഒക്കെ അവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ഡ്രസ്സുകൾ എല്ലാം ഇങ്ങനെ അടുക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ശരിക്കും ഗ്രേസാമ്മ പറഞ്ഞതുപോലെ തന്നെ അവരുടെ മകൻ്റെ ആ ഒരു സാന്നിധ്യം നമ്മുടെ രേവതിക്കുട്ടിക്കും അനുഭവപ്പെട്ടു തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടി അതെല്ലാം ഇങ്ങനെ കുറേയൊക്കെ വായിച്ചൊക്കെ നോക്കാൻ കേട്ടോ, കുറേ സാധനങ്ങൾ എടുത്തും ഒക്കെ ഇങ്ങനെ നോക്കാൻ കേട്ടോ. അങ്ങനെ ഒരു എന്താ ഇൻവിറ്റേഷൻ കാർഡൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ആ പയ്യൻ മരിക്കണത്. എൻഗേജ്മെൻറ്റ് വരെ കഴിഞ്ഞതായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ആകെ സങ്കടപ്പെട്ട് രേവതിക്കുട്ടിയും നിൽക്കുകയാണ്. രേവതിക്കുട്ടിക്കും ആകെ വിഷമമായി കേട്ടോ. കാരണം ഇത്ര ആത്മാർത്ഥതയോടുകൂടി സ്നേഹിച്ചവർ രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞു പോയല്ലോ. പിന്നെ ഈ അച്ഛൻ്റെയും അമ്മയുടെയും തീരാവേദനയുമായി മാറിയല്ലോ എന്നൊക്കെ ആലോചിച്ച് രേവതിക്കുട്ടിയുടെയും കണ്ണുകൾ ഇങ്ങനെ നിറയാണ്. ആ സമയത്തായിരിക്കും വേറൊരു ലെറ്റർ അങ്ങ് മാറിയിരിക്കണ കാണുന്നുണ്ട് കേട്ടോ. അത് പൊട്ടിച്ചിട്ട് കൂടിയില്ലേ. അപ്പോൾ രേവതിക്കുട്ടി ഇതെന്താ ഈ ലെറ്റർ ഒന്ന് വായിക്കണമല്ലോ എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ വേണ്ട, ഇത് പൊട്ടിച്ചിട്ട് കൂടിയില്ലല്ലോ. അപ്പോൾ ഇനി അന്ന് ഇയാളുടെ ആ കാമുകി അയച്ചതിന് ശേഷം ഇയാൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടായിരിക്കില്ല, അതിന് മുൻപായിരിക്കും മരണപ്പെട്ടത്. ഇത് വായിക്കണോ? എന്താ അവസാനമായിട്ട് എഴുതിയതെന്നൊന്ന് കാണാമായിരുന്നു. വേണ്ടല്ലേ. എന്തിനാ? പിന്നെയും രേവതിക്കുട്ടി മനസ്സിലിങ്ങനെ വേണോ വേണ്ടോ എന്നിങ്ങനെ ചിന്തിക്കാനിട്ടോ. എന്നിട്ട് അതിനിപ്പോൾ എന്താ ഒന്ന് വായിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ എടുത്ത് ഇങ്ങനെ വായിക്കാനിട്ടോ. അങ്ങനെ രേവതിക്കുട്ടി തന്നെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. ആ ഒരു സത്യം പറഞ്ഞിട്ട്, അതായത് ആ പെൺകുട്ടി 2 മാസം ഗർഭിണിയായിരിക്കും കേട്ടോ. നമ്മളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം. ഞാൻ 2 മാസം ഗർഭിണിയാണ്, നിനക്കറിയാമല്ലോ. അത് ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വിവാഹം നടക്കണം, അല്ലെങ്കിൽ കുടുംബക്കാരുടെയും ബന്ധുക്കാരുടെയും ഒക്കെ മുൻപിൽ ഞാനൊരു മോശപ്പെട്ടവളാവില്ലേ. ആ സമയത്ത് നേരത്തെ ജനിച്ചു എന്തൊക്കെയെങ്കിലും പറഞ്ഞ് നമുക്ക് അതൊക്കെ ഒന്ന് ഒഴിവാക്കാം. അതുകൊണ്ട് വിവാഹം എത്രയും പെട്ടെന്ന് നടത്താൻ നിൻ്റെ വീട്ടിലുള്ളവരോടൊന്ന് പറയണേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുള്ള ഒരു കുറിപ്പായിരിക്കും കേട്ടോ. ആ ഒരു സമയത്തായിരിക്കും ആ കുട്ടി ഗർഭിണിയാണെന്നുള്ള കാര്യവും ഈ പുള്ളിയോട് വെളിപ്പെടുത്തുന്നത്. പക്ഷേ അത് അറിയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ആകെ വിഷമത്തിൽ നിൽക്കുകയാണ് നമ്മുടെ രേവതി. എന്നിട്ട് രേവതിക്കുട്ടി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ഈശ്വര, ഇനി ആ കുട്ടി എന്ത് ആ കുട്ടി ജനിച്ചു കാണോ, അതോ ഈ ഇദ്ദേഹം മരിച്ചതുകൊണ്ട് ചിലപ്പോൾ ആ കുട്ടീനെ കളഞ്ഞു കാണോ? അങ്ങനെ കളയുമോ? ഇത്ര ആത്മാർത്ഥതയോടുകൂടി സ്നേഹിച്ചതുകൊണ്ട് അങ്ങനെ കളയാൻ അവരെ കൊണ്ട് കഴിയുമോ? ഇനി ആ പെൺകുട്ടി ചിലപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ ഇങ്ങനെ രേവതിക്കുട്ടിയുടെ മനസ്സിലേക്ക് ഓടി മറയാൻ കേട്ടോ. ആ ഒരു സമയത്തായിരിക്കും വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ രേവതിക്കുട്ടി ആ കത്തിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ മുറിയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോകുകയാണ്. ആ ഒരു സമയത്ത് ഗ്രേസാമ്മയുടെയും അതുപോലെ തന്നെ മാമച്ചൻ്റെ അടുക്കിലേക്ക് കണ്ണുകൾ നിറഞ്ഞ് അതുപോലെ തന്നെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ഗ്രേസാമ്മ ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് പറ്റിയേ? നീ എന്താ ഇങ്ങനെ ഒരുമാതിരി ഇരിക്കുന്നത്? എന്തെങ്കിലും സംഭവിച്ചോ നിനക്ക്? എന്താ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണീരോ? അതെ. എന്താ ഇപ്പോൾ സന്തോഷം വരാൻ? എന്താ പറ്റിയത് നിനക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയാണ്, ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ മകൻ മരിച്ചിട്ടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. നീ എന്തൊക്കെയായി പറയുന്നത്? അവൻ്റെ ശരീരം എൻ്റെ ഈ കൈകളിലായിരുന്നു. അവൻ ജീവനറ്റ ശരീരം എൻ്റെ ഈ കൈകളിൽ ഞാൻ കോരിയെടുത്തതാ. അവൻ മരിച്ചിട്ടില്ലെന്നോ? നീ എന്തൊക്കെയാണ് രേവതിക്കുട്ടി പറയുന്നത് എന്ന് മാമച്ചനും ചോദിക്കാൻ കേട്ടോ. അതെ, നിങ്ങൾ ഈ ലെറ്റർ ഒന്ന് വായിച്ച് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ അങ്ങ് കൊടുക്കാൻ കേട്ടോ. ആ ലെറ്റർ വായിക്കുമ്പോൾ മാമച്ചനും അതുപോലെ തന്നെ ഗ്രേസാമ്മയ്ക്കും ആകെ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും ഉണ്ടാകണം കേട്ടോ. തൻ്റെ കുഞ്ഞിനെ കാണാതെ അവൻ മരണപ്പെട്ടല്ലോ എന്നാലോചിച്ചുള്ള വേവലാതിയും വിഷമവും അവർക്ക് മുൻപിൽ ഉണ്ടാകുകയാണ്. അങ്ങനെ പിന്നീടാണെങ്കിൽ ഗ്രേസാമ്മ പറയുന്നുണ്ട്, അവൻ നമ്മളെ ഉപേക്ഷിച്ചു പോയതല്ല, അവൻ്റെ ജീവൻ്റെ തുടിപ്പ് ഇവിടെ നിലനിർത്തിയിട്ട് അവൻ പോയത്. ആ കുഞ്ഞ് വളർന്നു കാണുമല്ലേ, ആ കുഞ്ഞിനിപ്പം 3-4 വയസ്സ് കാണില്ലേ, നമ്മുടെ മോൻ്റെ കുഞ്ഞ്, അവൻ്റെ ഇപ്പോൾ എവിടെയായിരിക്കും എന്നൊക്കെ ആലോചിച്ച് ആകെ സന്തോഷമുണ്ട്, എന്നാലൊരു സങ്കടവുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ 3 പേരും. പിന്നീട് കാണിക്കുന്നത് ആ കുട്ടിയെ തേടിയുള്ള അന്വേഷണമായിരിക്കും കേട്ടോ. അങ്ങനെ ആ വിവാഹം ഉറപ്പിച്ച് പെൺകുട്ടിയുടെ വീട്ടിലേക്കൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ. അവിടെ ചെല്ലുമ്പോഴായിരിക്കും ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ആ പെൺകുട്ടി ഈ പയ്യൻ മരിച്ചതിൻ്റെ ആ ഒരു വിഷമത്തിൽ, ആ ഒരു ഷോക്കിലാകെ മാനസിക നില തെറ്റിയ രീതിയിലൊക്കെ ആയിരിക്കും കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ കുട്ടി എന്തെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിയൊന്നുമില്ല, അതൊക്കെ മരിച്ചുപോയി, ഉപേക്ഷിച്ചു, അല്ലെ അബോട്ടായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അവർ തടി തപ്പുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഇവർക്ക് സങ്കടം ഉണ്ടെങ്കിലും ആ പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലാക്കുന്നവർ ആ കുട്ടിയെയും തപ്പിയൊക്കെ തേടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീടായിരിക്കും ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയുന്നത്. അതായത് അലീനയുടെ അച്ഛൻ്റെ സഹോദരി ആയിരിക്കും ഈ ഗ്രേസാമ്മയുടെ മകൻ വിവാഹം കഴിക്കാൻ ഇരുന്ന പെൺകുട്ടി. അതുപോലെ തന്നെ ആ കുഞ്ഞ് ചിന്നുമോളും ആയിരിക്കും കേട്ടോ. അങ്ങനെ അവസാനം ചിന്നുമോളെ ഇവരെ ഏറ്റെടുത്ത് വളർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആയിരിക്കും കേട്ടോ ഇനി കഥ പോകുന്നത്. ഇതൊക്കെ കുറേ എപ്പിസോഡുകൾക്ക് ശേഷമുള്ള കഥയാണേ.